നമസ്കാരം. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിലാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓൺലൈനിലൂടെ എങ്ങനെ ഒരു ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാം എന്നതിലാണ് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഞാൻ വർഷങ്ങളായിട്ട് സ്വായത്തമാക്കിയിട്ടുള്ള ഈ നോളജ് എങ്ങനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാം എന്ന ഒരു ചിന്ത എന്നെ കുറേ നാളായിട്ട് അലട്ടിയിരുന്നു. പലപ്പോഴും പല ഇനിഷ്യേറ്റീവ്സ് അതിലൂടെ ചെയ്യാൻ വേണ്ടി നോക്കിയിരുന്നു. ഇതുപോലെ തന്നെ പല വീഡിയോസ് ഇതിനു മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുമുണ്ട്. പക്ഷേ അതിനൊന്നൊരു കൺസിസ്റ്റൻസി ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കുറേ നാളത്തെ ഒരു ആഗ്രഹം ഒന്ന് സഫലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പുതിയ ഒരു വീഡിയോ ഇനിഷ്യേറ്റീവ്സുമായിട്ട് വന്നിരിക്കുന്നത്. ബേസിക്കലി ഞാൻ ഈ ഒരു വീഡിയോ സീരീസ് ആയിട്ടാണ് ഇതിനെ പ്ലാൻ ചെയ്യുന്നത്. ഇവിടം തൊട്ട് കുറേയധികം പ്ലേലിസ്റ്റുകൾ ഉണ്ടാവും. ആ പ്ലേലിസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ ഒരു മോട്ടീവ്, മേജറായിട്ടുള്ളൊരു മോട്ടീവ് എന്ന് പറയുന്നത്, എങ്ങനെ ഒരു സാധാരണ ബിസിനസ്സുകാരൻ അല്ലെങ്കിൽ ഒരു പുതിയതായിട്ടൊരു സംരംഭം തുടങ്ങുന്ന ഒരാൾ, ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന ഒരു ന്യൂ ഓണ്ടർപ്രണർ അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് എങ്ങനെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് സ്വായത്തമാക്കാൻ പറ്റും, എങ്ങനെ അതിൽ എക്സൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള അതിൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി കോഴ്സാണ്. ഇതിനൊരു കോഴ്സ് എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എനിക്കറിയാവുന്ന കുറച്ച് നോളജുകൾ അതിൻ്റെ ഓണസ്റ്റ് ആയിട്ടുള്ള വേയിലൂടെ നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്ത് തരിക എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഇതിലുള്ള ഇൻറ്റൻഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ സീരീസിലൂടെ നിങ്ങൾക്ക് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ പറ്റിയോ അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിനെ പറ്റിയോ കൃത്യമായിട്ട് ഒന്നും അറിയില്ലെങ്കിൽ തന്നെയും അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്തൊക്കെ സെറ്റപ്പുകളിലൂടെ നമ്മൾ എന്തൊക്കെ ടൂൾസ് നമ്മൾ ഉപയോഗിക്കണം, എന്തൊക്കെ സ്ട്രാറ്റജീസ് ഉപയോഗിക്കണം, ഏതൊക്കെ പ്ലാറ്റ്ഫോംസിലാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടൻറ്റ് അത് പോസ്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആഡ്സ് എങ്ങനെ റൺ ചെയ്യണം, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞ പോലെ ഇതൊരു ബിഗിനർ ഫ്രണ്ട്ലി കോഴ്സാണ്. നിങ്ങളൊരു എക്സ്പേർട്ട് ഡിജിറ്റൽ മാർക്കറ്ററാണ്, അല്ലെങ്കിൽ നിങ്ങളൊരു നെക്സ്റ്റ് പ്രോ ലെവൽ ഒരു അപ്ഡേഷൻ നോക്കുന്ന ആളാണെങ്കിൽ ഒരുപക്ഷെ നിങ്ങളെ ഈ വീഡിയോ സീരീസ് സാറ്റിസ്ഫൈ ചെയ്തോളണം ഇല്ല. ഇത് ഏറ്റവും ഇന്നത്തെ സമയത്ത് ആരെങ്കിലും ഒരാൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ അയാൾക്ക് ബിസിനസ്സിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെ പോലെ തന്നെ മാർക്കറ്റിങ്ങിനെ പറ്റിയും അഡ്വർടൈസിങ്ങിനെ പറ്റിയും ഒരു ബേസിക് ആയിട്ടുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കി കൊടുക്കുക. ഒരു വലിയൊരു ഏജൻസിക്ക് ചിലപ്പോൾ മാർക്കറ്റിംഗ് ഔട്ട്സോഴ്സ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ആയിരിക്കില്ല. ആ സമയത്ത് സ്വന്തമായിട്ട് എങ്ങനെ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തെടുക്കാം എന്നുള്ളതാണ് ബേസിക്കലി ഈ ഒരു സീരീസിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓൾ റൈറ്റ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു സീരീസിൻ്റെ പേര്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഫോർ സ്മോൾ ആൻഡ് മീഡിയം ബിസിനസ് ഓണേഴ്സ്. ഇത് എങ്ങനെ സ്വന്തമായിട്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്യാമെന്നതിനാണ് നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഈ പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് ഏതൊക്കെയാണെന്ന് ആണ് ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ മെറ്റ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ, അത് ഈ വീഡിയോയിൽ തന്നെ നമ്മൾ കവർ ചെയ്യും. അടുത്തതായിട്ട് നമ്മൾ ഫേസ്ബുക്ക് പേജ്, ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഫേസ്ബുക്ക് പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് വീഡിയോ വരുന്നത് ഇനി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കും. പിന്നെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫേസ്ബുക്ക് അക്കൗണ്ടും കൂടെ എങ്ങനെ കണക്ട് ചെയ്യാം, അത് കണക്ട് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. അതെങ്ങനെ കണക്ട് ചെയ്യാമെന്നുള്ള ഒരു ട്യൂട്ടോറിയൽ ഉണ്ടാവും. അതുപോലെ അടുത്ത വീഡിയോ വരുന്നത്, 5th വീഡിയോ വരുന്നത് ഗൂഗിൾ മൈ ബിസിനസ്സിൽ, അതായത് നിങ്ങളുടെ ഗൂഗിൾ മാപ്പിൽ നിങ്ങളുടെ ബിസിനസ്സിനെ എങ്ങനെ ലിസ്റ്റ് ചെയ്യാം, അതിൻ്റെ ഒരു ട്യൂട്ടോറിയൽ ഉണ്ടാകും. അടുത്തതായിട്ട് ഹൗ ടു ഫൈൻഡ് ആൻഡ് രജിസ്റ്റർ എ ഡൊമൈൻ നെയിം. നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഡൊമൈൻ നെയിം നിങ്ങളുടെ വെബ്സൈറ്റിൻ്റെ നിങ്ങളുടെ ഒരു ഐഡൻറ്റിറ്റിയാണ്. അത് എങ്ങനെ കൃത്യമായിട്ട് നല്ല രജിസ്റ്റർ ഡൊമൈൻ നെയിം കണ്ടുപിടിക്കാം, അതെങ്ങനെ നിങ്ങളുടെ പേരിലേക്ക് രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അടുത്തതായിട്ട് നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ളൊരു വെബ്സൈറ്റ് എങ്ങനെ സെറ്റപ്പ് ചെയ്യാം. നിങ്ങളൊരു വെബ്സൈറ്റ് ബിൽഡറോ വെബ്സൈറ്റ് ഡെവലപ്പറോ ആയിരിക്കില്ല. അപ്പോൾ ഒരു പ്രോ ആയിട്ടുള്ള വെബ്സൈറ്റ് അല്ലാതെ ഒരു മിനിമൽ ലെവലിൽ പല ടൂൾസും ഉണ്ട്. നിങ്ങൾക്ക് കോഡിങ് അറിയത്തില്ലെങ്കിലും ലോ കോഡ്, നോ കോഡ് വെബ്സൈറ്റുകൾ, അങ്ങനത്തെ കുറേ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ആ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അതിൽ എങ്ങനെ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഉണ്ടാവും. അതുപോലെ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഒരു ഒതൻറ്റിസിറ്റി, ഒരു ക്രെഡിബിലിറ്റി ബിൽഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് നിങ്ങളുടെ ഡൊമൈൻ നെയിമിൻ്റെ പേരിൽ തന്നെയുള്ള ഒരു ബിസിനസ് ഇമെയിൽ ID.
ആ ബിസിനസ് ഇമെയിൽ ഐ ഡി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അത് നിങ്ങളുടെ ഡൊമൈൻ നെയിമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യാം എന്നുള്ളത് ഇവിടെ നമ്മൾ പറയും. അടുത്ത വീഡിയോയിൽ നിങ്ങളുടെ ബിസിനസ്സിന് നമുക്ക് കുറച്ച് ടൂൾസ് പഠിച്ചുകൊണ്ട് മാത്രമായില്ല, കുറച്ച് പ്ലാറ്റ്ഫോംസിനെ പറ്റിയുള്ള നോളജ് ഉണ്ടായതുകൊണ്ട് മാത്രമായില്ല, ഇന്നത്തെ കാലത്ത് ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന, എങ്ങനെയൊക്കെ നിങ്ങൾക്ക് മാർക്കറ്റിൽ വിൻ ചെയ്യാൻ പറ്റും, അതിന് പറ്റുന്ന സ്ട്രാറ്റജീസിനെ പറ്റി നമ്മൾ സംസാരിക്കും. 10ാമത്തെ വീഡിയോ എന്ന് പറയുന്നത് ഹൗ ടു ക്രിയേറ്റ് ആൻഡ് പബ്ലിഷ് സോഷ്യൽ മീഡിയ പോസ്റ്റ് യൂസിങ് ChatGPT, Canva ആൻഡ് മെറ്റ ബിസിനസ് സ്യൂട്ട്. ഇത് ഒരു ടൂൾസ്, ഒരു 2-3 ടൂൾസ് നമ്മളിവിടെ പരിചയപ്പെടുത്തിയിട്ട് എങ്ങനെ AI ഉപയോഗിച്ച്, അതായത് ChatGPT ഉപയോഗിച്ച് അതിൻ്റെ ഒരു കോപ്പി ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടൻറ് ക്രിയേറ്റ് ചെയ്യുക, Canva ഉപയോഗിച്ച് നമ്മൾ എങ്ങനെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഡിസൈൻ അല്ലെങ്കിൽ റീൽ ക്രിയേറ്റ് ചെയ്യുക, മെറ്റ ബിസിനസ് സ്യൂട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ആയിട്ടുള്ള മെറ്റ പ്ലാറ്റ്ഫോംസിലേക്ക് എങ്ങനെ ഈ പോസ്റ്റിനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വീഡിയോ ആയിരിക്കും ഈ 10ാമത്തെ വീഡിയോ. അടുത്ത വീഡിയോ ഹൗ ടു റൺ യുവർ ഫസ്റ്റ് ഫേസ്ബുക്ക് ആഡ്സ്. ഇപ്പോൾ ഒരു ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ മെറ്റ പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ വെറുതെ കുറച്ച് അക്കൗണ്ട്സ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ കുറച്ച് പോസ്റ്റുകൾ ചെയ്തുകൊണ്ടോ ആയില്ല, ആഡ്സ് റൺ ചെയ്യണം. ആഡ്സ് റൺ ചെയ്യുമ്പോൾ മാത്രമേ, പെയ്ഡ് ആഡ്സ് റൺ ചെയ്യുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ അതെങ്ങനെയാണ് ഒരു ആഡ് കൊണ്ട് സെറ്റപ്പ് ചെയ്യുന്നത്, അത് എങ്ങനെ ഫസ്റ്റ് ആഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളൊരു വീഡിയോ ട്യൂട്ടോറിയലായിട്ടുണ്ടായിരിക്കും. പിന്നെ SEO, സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. അപ്പം സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ എന്താണ്? നിങ്ങളുടെ ഗൂഗിൾ, ബേസിക്കലി ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ഗൂഗിളിൽ നിങ്ങൾ ആരെങ്കിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഗൂഗിളിലല്ല ഏത് സെർച്ച് എഞ്ചിൻ ആണെങ്കിലും, ആരെങ്കിലും അവിടെ നിങ്ങളെപ്പറ്റി സെർച്ച് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ വെബ്സൈറ്റ്, നിങ്ങളെപ്പറ്റിയുള്ള ഇൻഫർമേഷൻ ഒക്കെ ഫസ്റ്റ് പേജിൽ തന്നെ ലിസ്റ്റ് ചെയ്യാൻ പറ്റുക. അതെങ്ങനെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും, അതിൻ്റെ സിമ്പിൾ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ബേസിക് ഫാക്ട്സ് എന്തൊക്കെയാണ്, ആ സ്ട്രക്ചറിനെ പറ്റിയായിരിക്കും നമ്മളിവിടെ സംസാരിക്കുന്നത്. അടുത്തത് ഹൗ ടു ഡു ആഡ്സ് ഫ്രം യുവർ GMP പ്രൊഫൈൽ. ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ആഡ്സ് റൺ ചെയ്യാൻ പറ്റും. നിങ്ങളൊരു ഗൂഗിൾ ആഡ്സിൻ്റെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഗൂഗിൾ ആഡ്സ് ചെയ്യാതെ തന്നെ ബേസിക് ആയിട്ടുള്ള ഗൂഗിൾ ആഡ്സ് നമുക്ക് ഗൂഗിൾ മൈ ബിസിനസ് അക്കൗണ്ടിലൂടെ ചെയ്യാൻ പറ്റും. അതെങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ അടുത്തതായിട്ട് ഇപ്പോൾ നമുക്ക് AI ടൂൾസിൻ്റെ സമയമാണല്ലോ. അപ്പം ഏതൊക്കെ AI ടൂൾസാണ് നിങ്ങളുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നത്? ഇപ്പം പ്രോമിനൻ്റായിട്ട് മാർക്കറ്റേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന AI ടൂൾസ് ഏതൊക്കെയാണ്, അത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ് അവിടെ പറയുന്നത്. ഇത് 15th വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് വീഡിയോ ആണ്. ഈ ഒരു സീരീസിൻ്റെ 15 വീഡിയോസാണ് നമ്മൾ ഇവിടെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ 15th വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഹൗ ടു ക്രിയേറ്റ് എ ലിങ്ക്ഡിൻ പേജ് ഫോർ യുവർ ബിസിനസ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇത്രയും മെറ്റയും ഗൂഗിളും പോലെ തന്നെ അടുത്തൊരു പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക്, B2B ബിസിനസ് ചെയ്യുന്നവർക്ക്, ബിസിനസ് ഓണേഴ്സിനെ കണക്ട് ചെയ്യേണ്ട ആളുകൾക്ക്, ട്രേഡിങ് ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഗുണം ആകുന്ന പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഈ ലിങ്ക്ഡിൻ പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ലിങ്ക്ഡിനിലൂടെ എങ്ങനെ ആഡ്സ് റൺ ചെയ്യാം എന്നുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 15 വീഡിയോസിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്സിനെ പറ്റി ഒന്ന് പരിചയപ്പെടുക. ഇപ്പോൾ ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ ഓരോ വീഡിയോയിലൂടെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റി സംസാരിക്കും. അതിൻ്റെ ട്യൂട്ടോറിയൽ ആവശ്യമുള്ളതിനെ പറ്റി ഉള്ളതുണ്ടെങ്കിൽ ആ ട്യൂട്ടോറിയൽ നമ്മൾ കാണിച്ചു തരും. അതുപോലെ തന്നെ കേസ് എക്സാമ്പിൾസ്, കേസ് സ്റ്റഡീസ് ഒക്കെ ഉണ്ടാവും. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ മെറ്റ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിനെ പറ്റിയുള്ളൊരു ഓവർവ്യൂ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം മെറ്റ എന്ന് പറയുന്നത് ഒരു വലിയ കമ്പനിയാണ്. മെറ്റയുടെ കീഴിൽ കുറേ അധികം ആപ്ലിക്കേഷൻസ് ഉണ്ട്. അതിൽ പ്രോമിനൻ്റ് ആയിട്ട് മെറ്റ ബിസിനസ് ഓണേഴ്സിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന, നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റുന്ന മെറ്റയുടെ പ്ലാറ്റ്ഫോംസ് ഏതൊക്കെയാണെന്ന് നോക്കി കഴിഞ്ഞാൽ, ഒന്ന് ഡെഫിനറ്റ്ലി ഫേസ്ബുക്കാണ്, 2 ഇൻസ്റ്റാഗ്രാമാണ്, അടുത്തത് ഫേസ്ബുക്കിൻ്റെ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, പിന്നെ വാട്സാപ്പാണ്. അപ്പം മെറ്റ തന്നെ ഒരു വലിയ പ്ലാറ്റ്ഫോമാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ നമുക്ക് ഒരു വലിയ ശതമാനം ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റും. 3.7 ബില്യൺ യൂസേഴ്സാണ് മെറ്റയ്ക്ക് ഗ്ലോബലി ഇന്നുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ട്. ഈ കസ്റ്റമേഴ്സിനെ കറക്റ്റായിട്ട് സെഗ്മെൻറ്റ് ചെയ്യുക, ഫൈൻഡ് ചെയ്യുക, ടാർഗറ്റ് ചെയ്യുക, അവരിലേക്ക് നമ്മുടെ കണ്ടൻറ്റ് എത്തിക്കുക,
അവരിലേക്ക് ടാർഗറ്റ് ചെയ്ത് ആഡ്സ് റൺ ചെയ്യുക, ഇതിലൂടെ കൺവേർഷൻസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഒരു ബിസിനസ് ഓണറിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ബിസിനസ് ഓണറിന് ഒരു മെറ്റ നൽകുന്ന മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, എന്തൊക്കെ ആപ്ലിക്കേഷൻസ് ആണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. മെറ്റയുടെ ബിസിനസ് ആപ്ലിക്കേഷനിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് പേജ് തന്നെയാണ്. പലരും ആദ്യമേ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്ക് പേജ് പിന്നെ ക്രിയേറ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. പക്ഷെ ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ ഫേസ്ബുക്ക് പേജ് നമ്മുടെ ബിസിനസ്സിൻ്റെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് മാറും. പിന്നെ ഫേസ്ബുക്ക് പേജിനെ നമുക്ക് ഈസിലി ബാക്കി ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കണക്ട് ചെയ്യാനും മറ്റേ ബിസിനസ് സ്യൂട്ടിലേക്ക് കണക്ട് ചെയ്യാനൊക്കെ പറ്റും. ഫേസ്ബുക്ക് പേജ് നമ്മുടെ ഒരു ബേസ് ആയിട്ട് നിർത്തി കഴിഞ്ഞാൽ അതിൽ നമുക്ക് ബിസിനസ്സിനെ പറ്റിയുള്ള എല്ലാ ഇൻഫർമേഷനും കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ അവിടുന്ന് തന്നെ നമ്മളുടെ ബിസിനസ്സിനെ ആർക്കൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ എപ്പോഴും നമുക്ക് ഈ പേജ് മാനേജ് ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ ബിസിനസ് ഓണറിനെ സംബന്ധിച്ചിടത്തോളം നടക്കണമെന്ന് നടക്കില്ല. ആ സമയത്ത് നമുക്ക് ആർക്കെങ്കിലും അസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഈ ഫേസ്ബുക്ക് പേജിൻ്റെ സെറ്റിങ്സിലൂടെ ചെയ്തെടുക്കാൻ പറ്റും. അടുത്തത് ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലാണ്. ഇൻസ്റ്റാഗ്രാം ബിസിനസ് പ്രൊഫൈലാണ്. ഇൻസ്റ്റാഗ്രാം ബിസിനസ് അക്കൗണ്ട് ആക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ പ്രൊഫഷണൽ ടൂൾസ് അതിനകത്ത് ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻസൈറ്റ്സ് ഉണ്ടാവും. നമുക്ക് ആഡ്സ് റൺ ചെയ്യാൻ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഒരു ബേസിക് ആയിട്ടുള്ള ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിനെ ബിസിനസ് പ്രൊഫൈലായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അടുത്ത മെറ്റയുടെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് മെറ്റ ബിസിനസ് സ്യൂട്ടാണ്. മെറ്റ ബിസിനസ് സ്യൂട്ട് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പ്രധാനമായിട്ട് നമ്മുടെ കണ്ടന്റ് പബ്ലിഷിങ്ങിന് വേണ്ടി കണ്ടന്റ് കലണ്ടറൊക്കെ ക്രിയേറ്റ് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഈ മെറ്റ ബിസിനസ് സ്യൂട്ടിൽ നമുക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിനെയും ഫേസ്ബുക്ക് പേജിനെയും കൂടെ കണക്ട് ചെയ്യാം. ഈ കണക്ട് ചെയ്തിട്ട് ശേഷം നമുക്ക് ഒരു സിംഗിൾ പ്ലാറ്റ്ഫോമിൽ നിന്ന് മൾട്ടിപ്പിൾ ആപ്ലിക്കേഷൻസിലേക്ക് നമ്മുടെ കണ്ടന്റിനെ പബ്ലിഷ് ചെയ്യാം. നമുക്ക് ഓരോ പ്രാവശ്യവും ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ പോയിട്ട് നമുക്കൊരു വീഡിയോയോ റീലോ പോസ്റ്റോ ഒന്നും ചെയ്യണമെന്നതിൻ്റെ ആവശ്യമില്ല. പകരം നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് കൊണ്ട് മെറ്റ ബിസിനസ് സ്യൂട്ടിൽ നിന്ന് തന്നെ നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത് മെറ്റ ആഡ്സ് മാനേജറാണ്. നമുക്ക് ഒരു മെറ്റയിൽ ഏതെങ്കിലും ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ഒക്കെ നമുക്ക് ആഡ്സ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റുന്ന അതിൻ്റെ പ്ലാറ്റ്ഫോം, പ്രധാനപ്പെട്ട പ്ലാറ്റ്ഫോം ഈ ആഡ്സ് മാനേജറാണ്. ഇവിടെ നമുക്ക് ക്യാമ്പയിൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഡിഫറെൻറ്റ് ആഡ് സെറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് AB ടെസ്റ്റ് പോലെ ടെസ്റ്റുകൾ ചെയ്തിട്ട് ഏത് ആഡാണ് വിന്നിങ് ആഡ് അതിന് നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിനൊക്കെ പറ്റുന്നൊരു പ്ലാറ്റ്ഫോമാണ് മെറ്റ ആഡ്സ് മാനേജർ എന്ന് പറയുന്നത്. ഈ ആഡ്സ് മാനേജറിൽ നമുക്ക് ബില്ലിംഗ് സെറ്റ് ചെയ്യാൻ പറ്റും. ബില്ലിംഗ് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ കാർഡിൻ്റെ ഇൻഫർമേഷനോ നെറ്റ് ബാങ്കിങ്ങോ UPIയിലൂടെയൊക്കെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ക്യാമ്പയിൻ നിങ്ങളുടെ ബിസിനസ് പേജ് ഓൾറെഡി ഈ മെറ്റ ആഡ്സ് അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ഇതിലൂടെ നമുക്ക് ആഡ്സ് റൺ ചെയ്യും. ഈ ഡീറ്റെയിൽസ് ഒക്കെ ട്യൂട്ടോറിയലായിട്ട് നമ്മൾ അടുത്ത വീഡിയോസിലേക്ക് ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെയുള്ള ഒരു ബിസിനസ് ഫീച്ചറാണ് ഓഡിയൻസ് ടൂൾസ്. ഇതും നമുക്ക് ഫേസ്ബുക്കിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്, അവരുടെ ഏജ് എന്താണ്, പൊട്ടൻഷ്യൽ ഓഡിയൻസ് ഇപ്പം കറൻ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആരൊക്കെയാണ്, നമുക്ക് പൊട്ടൻഷ്യലായിട്ട് നമുക്ക് ഏതൊക്കെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ പറ്റും, അങ്ങനെയുള്ളൊരു ഇൻസൈറ്റ്സ് തരുന്ന ഒരു ആപ്ലിക്കേഷനാണ്. പിന്നെ ഇൻസൈറ്റ്സ് ആൻഡ് അനലിറ്റിക്സ് നമുക്കിവിടെ കിട്ടും. ഇൻസൈറ്റ്സ് ആൻഡ് അനലിറ്റിക്സിൽ ഈ പറയുന്നത് പോലെ നമ്മളുടെ പേജിൻ്റെ ഓർഗാനിക് റീച്ച് എന്താണ്, പെയ്ഡ് റീച്ച് എന്താണ്. ഓർഗാനിക് റീച്ച് എന്ന് പറയുമ്പോൾ നമ്മൾ ആഡൊന്നും ചെയ്യാതെ, പേയ്മെൻ്റ് ഒന്നും ചെയ്യാതെ, ഫണ്ടൊന്നും ചെയ്യാതെ നമ്മുടെ ക്രിയേറ്റീവ്സിൻ്റെ ബേസിൽ ഉള്ള എൻഗേജ്മെൻറ്റ് ബിൽഡ് ചെയ്യുന്നതിനാണ് ഓർഗാനിക് റീച്ച് എന്ന് പറയുന്നത്. അപ്പം ഈ ഓർഗാനിക് റീച്ച് കൂട്ടാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതിലൂടെ നമുക്ക് കൂടുതൽ പേയ്മെൻറ്റ്സ് ആഡ്സും റൺ ചെയ്യാതെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻഗേജിങ് ആയിട്ടുള്ള കണ്ടന്റ് സ്ട്രാറ്റജീസ് നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിലൂടെ നമുക്കൊരു ഓർഗാനിക് റീച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതാണ് അതുമാത്രമല്ല എല്ലാ ഇൻസൈറ്റ്സും നമുക്ക് ഈ ഇൻസൈറ്റ്സ് അനാലിറ്റിക്സ് എന്ന് പറഞ്ഞ ടൂൾസിലൂടെ കിട്ടും. അപ്പോൾ ഫേസ്ബുക്ക് അല്ലെങ്കിൽ മെറ്റ ഈ പ്ലാറ്റ്ഫോം ഒരു സ്മാൾ ബിസിനസ് ഓണേഴ്സിനെ അല്ലെങ്കിൽ പുതിയ ഓൺടർപ്രണേഴ്സിനെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇതൊരു ലോ കോസ്റ്റ് മാർക്കറ്റിംഗ് മെത്തേഡാണ്. നമ്മൾ കമ്പയറിങ് ടു അതർ പ്ലാറ്റ്ഫോംസ്, അതായത് ഗൂഗിൾ ആഡ്സ്, ലിങ്ക്ഡിൻ ആഡ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ കോസ്റ്റ് കൂടുതലാണ്. മെറ്റയാണ് നമുക്ക് ഈസിലി കോസ്റ്റ് കുറഞ്ഞിട്ടും പെട്ടെന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാനും പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മെറ്റയാണ്.
അപ്പം മെറ്റയുടെ ആഡ്സ് റൺ ചെയ്യുന്ന ലോ കോസ്റ്റ് ആണ്. ഹൈ ടാർഗറ്റിംഗ് അക്യുറസി ഉണ്ട്. നമുക്ക് ഏതെങ്കിലും ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആഡ്സാണ് നമ്മൾ കൊടുക്കുന്നതെങ്കിൽ നമുക്കിപ്പം കേരളത്തിൽ കൊച്ചി മാത്രം മതി, അല്ലെങ്കിൽ ട്രിവാൻഡ്രം മാത്രം മതി. ആ ഏരിയയിൽ നിന്ന് മാക്സിമം അങ്ങനെ തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ബഡ്ജറ്റ് ആണെങ്കിൽ നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ട് മിനിമൽ ബഡ്ജറ്റ് ചെയ്യുന്ന ഒരു 100 റുപ്പീസ് ബഡ്ജറ്റ് പെർ ഡേ, അല്ലെങ്കിൽ ആ ഒരു ലെവൽ ചെറിയ ബഡ്ജറ്റ് ചെയ്യുന്നത് നമുക്ക് മാക്സിമം എത്ര ബഡ്ജറ്റ് വേണമെങ്കിലും കൊടുക്കുന്ന രീതിയിൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് നമുക്ക് ഈ ആഡ്സിനെ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു ബ്രാൻഡ് അവയർനെസ് ബിൽഡ് ചെയ്യുക, ലീഡ് ജനറേഷന്, സെയിൽസ്, ഇതിനൊക്കെ നമുക്ക് ഈ മെറ്റ ആഡ്സ് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഒരു ലോക്കൽ ബിസിനസ്സിനാണെങ്കിലും, ഒരു സ്റ്റോർ ഓണറിനാണെങ്കിലും, ഒരു റീറ്റെയിൽ ബിസിനസ്സിനാണെങ്കിലും ഒക്കെ നമുക്കൊരു 5 to 10 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ മാത്രം നമ്മുടെ ആഡ്സ് കണ്ടാൽ മതി. അവിടെയുള്ള ആ ഒരു പ്രോക്സിമിറ്റി, അവിടെ നിന്ന് മാത്രമേ നമുക്ക് കസ്റ്റമേഴ്സിന് വരികയുള്ളെങ്കിലും ഇതൊക്കെ നമുക്ക് ഈ മെറ്റ ബിസിനസ്സിലൂടെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോ. ഇതെൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്, അതുകൊണ്ട് തന്നെ ഇതിനകത്ത് കുറേ അധികം ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. മുമ്പും കുറേ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയൊക്കെ ശ്രമിച്ചിട്ടുണ്ട്, കുറച്ച് വീഡിയോസൊക്കെ ചെയ്ത് യൂട്യൂബിലൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്നും പിന്നെ എപ്പോഴും ഈ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നതുകൊണ്ട് അതിൻ്റെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് കുറേ വീഡിയോസ് ചെയ്യാതിരുന്നത്. നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ ഈ ഒരു ഇംപെർഫെക്ഷൻ ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. ക്ഷമിക്കണം. ഇതൊരു അറ്റംപ്റ്റ് ആണ്. ഇതിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണസ്റ്റായിട്ട് എനിക്കറിയാവുന്ന കുറേ ഇൻഫർമേഷൻ മറ്റ് ആളുകളിലേക്ക് എങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റും, അവർക്കത് എന്തെങ്കിലും രീതിയിൽ അത് ബെനിഫിറ്റ് ആവുകയാണെങ്കിൽ അതിനുള്ളൊരു എളിയ ശ്രമം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ വീഡിയോസ് നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ഒരു പേജ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള സാധാരണ യൂട്യൂബിൽ നമ്മൾ പറയുന്ന ബെൽ ബട്ടൺ അമർത്തുക, അങ്ങനത്തെ കാര്യങ്ങളിലൊന്നും കൃത്യമായിട്ടുള്ള അവർ ചെയ്തിട്ടില്ലാത്തത് കൊണ്ടുള്ളൊരു പരിചയക്കുറവുണ്ട്. അപ്പം ബേസിക്കലി ഇത്രയേ ഉള്ളൂ. അറ്റ്ലീസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അടുത്ത വീഡിയോസൊക്കെ ഇടുമ്പോഴത്തേനും കുറച്ചും കൂടെ സെറ്റപ്പ് ആക്കാൻ വേണ്ടി നോക്കാം. ഇപ്പോൾ ഒരു ബേസിക് ആയിട്ടുള്ള റിംഗ് ലൈറ്റും ഒരു ക്യാമറയും ഒക്കെ വെച്ചിട്ടുള്ള ഒരു പരിപാടിയാണ്. ഇതിനെ കുറച്ചും കൂടെ നമുക്കൊന്ന് ഇമ്പ്രൂവ് ചെയ്യണം. ഇനി ബാക്കിയുള്ള ലൈറ്റ്സും പിന്നെ ഈ സംരംഭം ഒന്ന് വിജയിക്കുകയാണെങ്കിൽ നമുക്ക് വലിയൊരു സ്റ്റുഡിയോ സെറ്റപ്പിലേക്ക് വരെ നമുക്ക് കൊണ്ടുപോകാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ കമൻസിൽ അറിയിക്കുക. പിന്നെ ഇതൊരു ഇൻട്രോ വീഡിയോ ആയതുകൊണ്ട് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു ടോപ്പിക്കിനെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടില്ല. അടുത്ത വീഡിയോസിൽ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. അതുപോലെ നിങ്ങളുടെയൊക്കെ എന്തൊക്കെ ടോപ്പിക്സ്, ഇപ്പോൾ ഈ 15 ടോപ്പിക്സ് പറഞ്ഞതിൽ വേറെ ഏതെങ്കിലും ടോപ്പിക്സും കൂടെ വേണമെന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക. നമ്മളെപ്പോഴും ഫ്ലെക്സിബിളാണ്, നമുക്ക് കൂടുതൽ ടോപ്പിക്സ് ആഡ് ചെയ്യാം. ഇത് മുന്നോട്ട് പോകുമ്പോൾ ഒരുമിച്ച് പഠിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് വരുവാണെങ്കിൽ നല്ലതാണ്. നിങ്ങളുടെ ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അത് എനിക്കും വളരെ ഒരു പ്രചോദനമാകും. Okay, thank you so much. Thank you for watching.